ട്രിപ്പിൾ ഓം ശാന്തി കലകള് അങ്ങോട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിരവധി കലകളാണ് ഉള്ളത് കേട്ടോ. അപ്പൊ എനിക്കിപ്പോ തോന്നിയൊരു കല എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആരോഗ്യകല. ആരോഗ്യകല ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുക. ഇന്ന് രാവിലെ ഒന്നിങ്ങനെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആരോഗ്യകലയെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിന്റെ പുറത്തൊരു ശബ്ദം, അത് ഒരു മുണ്ട് കെട്ടിക്കണം. അപ്പൊ നമ്മളാണ്ട് പോയി നോക്കുമ്പോൾ ആളെയൊന്നും കാണാനില്ല, ചുറ്റിലും നിറയെ തേനീച്ച. അപ്പൊ തേനീച്ച കുത്തിയിട്ട് ഒരാളെ ഓടിച്ചിട്ടുണ്ട്. ആള് ഓടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാനൊന്ന് പുറത്തിറങ്ങി, ഞങ്ങൾ മുണ്ടൊക്കെ ആയിട്ടൊന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആളെ കാണാനില്ല. അപ്പോഴേക്കും അവിടെ ഒരു വണ്ടി സൈഡായിട്ടുണ്ട്, ഫോണ് വീണിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ വീണിട്ടുണ്ട്. അപ്പൊ ഒരാളിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു അങ്ങനെ സംഭവം ഫോൺ ഇവിടുന്ന് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ തേനീച്ച കുത്തിയിട്ട് ആരോ ഒരാൾ ഓടിയിട്ടുണ്ട്, ആളെ മനസ്സിലായില്ല. അപ്പൊ ഫോണും ID കാർഡും എൻ്റെ കയ്യിൽ തന്ന്. അപ്പോഴേക്ക് ഫോണിലേക്ക് ഒരു കോള് വന്ന്. അങ്ങനെ ആളെ ഏകദേശം പിടി കിട്ടി, നമ്മുടെ അയൽവാസി തന്നെയാണ്. അപ്പോൾ ആരോഗ്യകലയൊക്കെ ഉള്ള ഞാനിപ്പോൾ ആരോഗ്യകല വളരെയധികം ക്ലിയർ ആക്കിയിട്ടാണെങ്കിലും ശരി, ഒരു തേനീച്ച കുത്തിയാലും പാമ്പ് കുത്തിയാലും പുലി പിടിച്ചാലും മരിക്കാനുള്ളതാണ് മരിക്കും. പക്ഷെ നല്ലൊരു കടുത്ത യോഗിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കും. ഇപ്പൊ രാത്രി നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു ടോർച്ചോ കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുക. ഈ കൊതുക് ഭയങ്കര ഡേഞ്ചർ സാധനമാണ്. ചുറിഞ്ഞൊരു വയ്ക്കുക. അപ്പൊ കൊതുക് ഉണ്ടാവും. അപ്പൊ ഒരു ബാറ്റായിട്ട് നടക്കുക. ഈ പറഞ്ഞ പോലെ തേനീച്ച ഉണ്ടാവും, കടന്നലുണ്ടാവും. അങ്ങനെയുള്ള ഏരിയയിലേക്ക് പോകാതിരിക്കുക. കുറുക്കൻ നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്താണെങ്കിൽ ഈ വക സാധനങ്ങളൊക്കെ നിരവധി പണ്ടേ ഉണ്ട്. കുറുക്കനുണ്ട്, പെരുമ്പാമ്പുണ്ട്, മുള്ളംപന്നി ഉണ്ട്. അപ്പൊ നല്ലൊരു ശതമാനം നമ്മൾ വീടിന് ചുറ്റോറം സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു അതിരുന്ന് പുറത്തേക്ക് രാത്രി പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇൻ കേസ് പോവുകയാണെങ്കിൽ കുറെ പ്രതിരോധങ്ങളുമായിട്ട് പോവാം. കാരണം മനുഷ്യന്റെ അത്തരം ബുദ്ധി വേറെ ഒരു ജീവിക്കില്ല. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. ഇപ്പൊ ഈ തേനീച്ച കുത്തി ആൾ ഓടി എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഇനിയിപ്പോ അത് നമ്മൾ അവരായിട്ട് കണ്ട് സംസാരിച്ചാലേ അറിയുള്ളൂ. ഇടയിൽ ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ സംസാരിക്കണൊക്കെ ഉണ്ട്. അപ്പോ അതിപ്പോ പോയി നോക്കിയാൽ അല്ലെങ്കിൽ കേട്ട് നോക്കിയാലേ അറിയുള്ളൂ. തീർച്ചയായിട്ടും പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളൊരു സംഭവമാണ്. അതായത് ജ്ഞാനം, യോഗം, ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ ഈ ആരോഗ്യകല എന്നൊരു സാധനം എടുക്കുക എന്നുള്ളത് ഒരു പ്രതിരോധമാണ്. ആരോഗ്യകല എന്ന് പറഞ്ഞാൽ 63 ജന്മം ദ്വാപരകലയും ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ഫലമായിട്ട് തീർച്ചയായിട്ടും ഏത് വിധത്തിലാണ് ഫിറ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതിപ്പോ എന്നെയാണെങ്കിലും ശരി, നമ്മളെ പാലക്കാട് SJB സോണലിലുള്ളവരെയാണെങ്കിലും ശരി, മധുബനിലുള്ളവരാണെങ്കിലും ശരി, എന്താ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ കമന്റ് ഇടുന്ന ആളാണെങ്കിലും ശരി, കമന്റ് ഇടുന്ന ആളുടെ അവസ്ഥയാണെങ്കിലും ശരി, അവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ തുറന്ന് ഭൂമിയിൽ പാട്ടഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എവിടെയാണ് എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഹെൽമെറ്റ് ഇടാതെ പുറത്ത് പോയി അതിൻ്റെ ഇടയിൽ ഒരു വണ്ടി ആക്സിഡന്റ് ആയി തലയ്ക്ക് എന്തെങ്കിലും പറ്റി കോമ സ്റ്റേജിലായാൽ വിധി ദൈവത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഗവൺമെന്റിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഹെൽമെറ്റിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനവന്റെ ജീവിതത്തിൽ തന്നെയുള്ള ചെറിയ തെറ്റ്. കാരണം ഹെൽമെറ്റ് ഇടാതെ വണ്ടിയും കൊണ്ട് പോയി വേറൊരു വണ്ടി അടിച്ച്, അത്രേ ഉള്ളൂ. ഈ തേനീച്ച അറ്റാക്ക്, അതേപോലെ കടന്നൽ അറ്റാക്ക്, പുലിന്റെ അറ്റാക്ക്, പെരുമ്പാമ്പിന്റെ അറ്റാക്ക്, അങ്ങനെയുള്ള ബാക്കി സംഭവങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പറയാം അപ്രതീക്ഷിതമായി. പക്ഷെ അത് കൃത്യമായിട്ട് സംഭവിക്കേണ്ടവർക്ക് സംഭവിക്കുള്ളൂ. അതിനൊക്കെ ഡ്രാമയില് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് ഈ തേനീച്ചക്കൂട്, വളരെ തൊട്ടടുത്ത്. എത്രേ സമയം ഈ തേനീച്ച ഇളകുന്നുണ്ട്. നമ്മുടെ വീട്ടില് രാത്രി വരും കേട്ടോ, ലൈറ്റിൽ വന്നിട്ട് ഇങ്ങനെ ചുറ്റിലും വന്ന് നോക്കും. എന്നെ കുത്തിയിട്ടുണ്ട്, എന്നെയും കുത്തുന്നുണ്ട്, നമ്മളെയും കുത്തുന്നുണ്ട്. പക്ഷെ അതിനെന്താ വെച്ചാൽ കടുത്ത കുത്തൊന്നല്ല കുത്തുക. നമ്മൾ അനങ്ങൊന്നുമില്ല, നമ്മൾ അതിനെ ഇതാക്കുന്നേ ഇല്ല. അത് വന്ന് തലയിലും മൊത്തൊക്കെ ഒന്നും അങ്ങനെ കുത്തി പോവും. പക്ഷെ ഒന്നും ആവാറില്ല. എന്നെ കുത്തുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ അതിൻ്റെ ഇടയിൽ പോയപ്പോ കുറേ എണ്ണം വന്ന് എൻ്റെ തലയിലും ഇതിലൊക്കെ പോയി. പക്ഷെ നമ്മൾ അതിനൊന്നും അറ്റാക്ക് ചെയ്തില്ല, പേടിച്ചില്ല. അപ്പൊ അതിനെപ്പറ്റി അറിയണോണ്ട് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു വിഷയമായില്ല. പക്ഷെ പേടിക്കേണ്ട സംഭവം തന്നെയാണ്. ആരോഗ്യകലയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോ ട്രിപ്പിൾ ഓം ശാന്തി.